ഇന്ന് നമുക്കൊരു നൂഡിൽസ് ഉണ്ടാക്കി വെക്കാമല്ലോ. അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പ്, വെളിച്ചെണ്ണ ഇത് രണ്ടും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പ്ലെയിൻ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേവിക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് അതും കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നൂഡിൽസ് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ വെന്ത് കിട്ടിയ നൂഡിൽസ് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ തന്നെ ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്നത്. അതിന് വേണ്ടി മറ്റൊരു പാത്രം വയ്ക്കുക. ആവശ്യമുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പ്ലെയിൻ നൂഡിൽസും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ. എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഈ പ്ലെയിൻ നൂഡിൽസിലേക്ക് ഈ മസാലകളെല്ലാം ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ചധികം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതും നേരത്തെ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രുചികരമായിട്ടുള്ള ന്യൂഡിൽസ് നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാൻ പറ്റും. കടയിലൊക്കെ പോയിട്ട് ഒരുപാട് വിഷപദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ചൂടോടുകൂടി വിളമ്പി കഴിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.